നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപേട്ടൻ്റെ ഭയല്ല ഈ സിനിമയുടെ ടീസർ സംബന്ധിച്ചുള്ള റിയാക്ഷൻ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു വഴി ഇരുന്നാണ് ചെയ്യുന്നത്. ഞാൻ ഒറ്റക്കൊമ്പ് എന്ന സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് തിരിച്ചു വരുവാണ്. നൈറ്റ് ഷൂട്ടാണ്. അപ്പം ഇന്നലെ എനിക്ക് അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല, ടീസർ റിലീസ് ചെയ്തപ്പം. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് സമയം 7:30 ഉണ്ടായി. ഈ സമയത്ത് ഞാൻ റോഡ് സൈഡിൽ നിന്ന് ചെയ്യുന്നത്. അപ്പം ഞാൻ ടീസറിലേക്ക് വരാം. ടീസർ അത്ര പോരാ, എനിക്ക് വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. കാരണം ദിലീപ് സ്ഥിരം കാണിക്കുന്ന പാറ്റേൺ തന്നെ. പിന്നെ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുക, അതാണ് അതിൻ്റെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ആ പടം ഹിറ്റാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ അത് ലാലേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ ഫാൻസും അല്ലാത്ത ഫാൻസും എല്ലാവരും വന്ന്, മമ്മൂക്ക ഫാൻസ് എല്ലാവരും വന്ന് കയറി കയറി പടത്തിന് ആൾ കയറും, പടം ഹിറ്റാവും. ലാലേട്ടൻ ഉണ്ടാണ്ട്, ഗസ്റ്റ് റോളേട്ടൻ ഉണ്ടാണ്ട്. പിന്നെ ദിലീപിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള പരിപാടിയാണ് സംവിധാനം. ഈ സംവിധാനം ദിലീപിനോട് ഇത്ര സ്നേഹമുണ്ടെന്ന് നമുക്കറിയത്തില്ല. കാര്യം ദിലീപ് എന്ന് പറഞ്ഞ ആക്ടറെ തിരിച്ചു കൊണ്ടുവരാണ്ട് പുള്ളിക്കാരൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നു നോക്കണം. വിജയുടെ ഇങ്ങനെ ഗില്ലിക്കകത്ത് ഉപയോഗിച്ച് ജിപ്സിനകത്ത് ഉപയോഗിക്കുന്നു, ഗില്ലിയുടെ റെഫറൻസ് വരുന്നു. പിന്നെ ടീച്ചറിനകത്ത് ഇങ്ങനെ വിജയ് കാണിക്കുന്നുണ്ട്, കാലിങ്ങനെ അടുത്ത് കാണിക്കുന്നു. പിന്നെ ലാലേട്ടനെ ഗസ്റ്റായിട്ട് കൊണ്ടുവരുന്നു. പിന്നെ ഇതിനകത്ത് ദിലീപേട്ടനെ കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിയെന്ന് പറയാൻ കാര്യം ലാലേട്ടൻ കാണിക്കുന്ന ഒരു സാധനം, ലാലേട്ടൻ അനുകരിക്കണത്. ലാലേട്ടൻ കാണിക്കുന്ന സാധനമുണ്ട്, ഒരു കറുത്ത ഷർട്ടും കറുത്ത മുണ്ട് കൊടുത്തൊരു സേർട്ടും പഠിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാധനം. ഒരുമാതിരി കുഞ്ഞിക്കൂനത് ദിലീപിക്കുന്നതിനെ കൊണ്ട് എനിക്ക് ചിരി വന്നു കണ്ടിട്ട്. അത് അങ്ങനൊന്നും അല്ല ചെയ്യേണ്ടത്. ദിലീപിനെ കൊണ്ട് മാസ് പറ്റത്തില്ല, ആക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. ഒരുമാതിരി ചാടിച്ചാടി ഇടിക്കുന്നത് ആക്ഷൻ ഒന്നും പറ്റത്തില്ല. പുള്ളിക്ക് പറ്റുന്ന കോമഡി മാത്രമേ ഉള്ളൂ. അത് പുള്ളിയുടെ സപ്പോർട്ട് ചെയ്യുന്ന കോമഡിയന്മാരെല്ലാവരും പോവുകയും ചെയ്ത്. ജയതി ശ്രീകുമാറാണ് വയ്യ, കൊച്ചിങ്ങനെ മരിച്ചുപോയി. അതുകൊണ്ട് പുള്ളിക്ക് സപ്പോർട്ടുള്ള എല്ലാവരും പോവുകയും ചെയ്ത്. ഋഷഭനും പിന്നെ സലീംകുമാറും അവരൊക്കെ ഔട്ടായിപ്പോയി. സലീംകുമാർക്ക് തീരെ വയ്യാണ്ടിരിക്കുക. അതുകൊണ്ട് ദിലീപിന് ഇപ്പോൾ കോമഡി പടം ചെയ്യാൻ പറ്റുന്നില്ല. ആക്ഷൻ പടം ഒന്നും ദിലീപിനൊന്നും പറ്റത്തില്ല. മാസ് അതൊക്കെ ആമ്പിളാർക്ക് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ടീച്ചർ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ പടം എങ്ങനെ നമുക്കറിയാൻ പറ്റത്തില്ല. ടീച്ചറിൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്, പടത്തിൻ്റെ അഭിപ്രായമല്ല പറഞ്ഞത്. അത് ആദ്യം മനസ്സിലാക്കുക, ടീച്ചറിൻ്റെ അഭിപ്രായമാണ്. പിന്നെ ലാലേട്ടൻ ഉണ്ടാകും, പടം കാണാൻ ആൾക്കാർ കയറും. ദിലീപിനെ തിരിച്ചു കൊണ്ടുവരാൻ ലാലേട്ടനെ വെക്കുക, ഓരോ പടത്തിന് റെഫറൻസ് വെക്കുക. ദിലീപിന് തന്നെ റൺവേയുടെ റെഫറൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള റെഫറൻസ് ഒക്കെ വെച്ച് പടം ഹിറ്റാക്കി എടുക്കുക, ദിലീപിനെ തിരിച്ചു കൊണ്ടുവരിക. അതാണ് സംവിധാനം ഒരു ഉദ്ദേശം. ഈ പടം എന്തായാലും നല്ല പടമാണ്, ഹിറ്റാവും. പക്ഷേ ടീച്ചറിൻ്റെ അഭിപ്രായമാണ് ഞാൻ ഈ പറഞ്ഞത്. ടീച്ചർ അത്ര പോരാ. ദിലീപേട്ടൻ ഇനിയെങ്കിലും ഒന്ന് മാറ്റി പിടിക്കണം. ദിലീപേട്ടന് പറ്റുന്നേ ചെയ്യാവുള്ളൂ. കാരണം ഞാൻ മാസ് കമേഴ്ഷ്യലൊക്കെ പറഞ്ഞിട്ട് വേറെ ആമ്പിളാർക്കാണ്. ഇതൊന്നും ദിലീപേട്ടന് പറ്റത്തില്ല. ദിലീപേട്ടന് കോമഡിയൊക്കെ പറ്റത്തുള്ളൂ. അത്രയ്ക്കും മാസ് ഒക്കെ ഒരു റേഞ്ച് വേണം ഇതൊക്കെ ചെയ്യണമെങ്കിൽ. കുഞ്ഞിക്കൂന ശൈലി കാണിക്കാതെ മാസ് ചെയ്ത് ലാലേട്ടൻ അനുകരിക്കുക. ലാലേട്ടന് പറ്റുന്ന സാധനം അതൊക്കെ ലാലേട്ടന് കൊടുക്കുക. അല്ലാതെ ഈ ദിലീപിനെ പോലുള്ള ആക്ടറൊന്നും ചെയ്ത് അതൊക്കെ എറിക്കത്തില്ല. എനിക്കത്രേ പറയുള്ളൂ. ടീച്ചർ എനിക്കത്ര മോശമായിട്ടാണ് തോന്നിയത്. ദിലീപിന് സ്ഥിരം പാറ്റ സാധനം തന്നെ. എന്തിന് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത്, അതാണ് എൻ്റെ അഭിപ്രായം.